Hi, my dear students. Today we are going to start our new chapter, that is solid state 2. And this is a simple chapter in which you are going to study crystal defects, semiconductors, and liquid crystals. And some of the topics are very familiar to you. So let us start our new chapter. So, solids. Solids have many different properties like electrical, magnetic, optical, or mechanical properties, and they have its own wide applications, and it is used for preparing alloys for magnets, then airplane turbines, or in semiconductors for solar cell, or in light emitting diodes or polymers for packaging and biomedical application. In this chapter we are going to discuss about crystal defects, semiconductors and liquid crystals. അതായത് സോളിഡ്സിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വൈഡ് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഞാൻ കുറേ പറഞ്ഞത്, ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് അലോയ്സ് ഫോർ മാഗ്നറ്റ്, എയർപ്ലെയിൻ ടർബൈൻസ്, എക്സെട്ര. ഒരുപാട് വിരലൊതുങ്ങാത്ത ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോളിഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് സോളിഡിന് പ്രത്യേകതയുണ്ട്. ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്രിസ്റ്റൽ ഡിഫെക്ട്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ലിക്വിഡ് ക്രിസ്റ്റൽസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we discuss defects in crystals or crystal defects. A perfect crystal in which there is a perfectly ordered arrangement of constituent particles is only an idealized situation and is possible only at 0 Kelvin. At all other temperatures, departures from the regular periodic arrangement of particles occur in crystals, and these are called defects or imperfections. Any departure from the perfect regularity in the arrangement of constituent particles in a crystal is known as a crystal defect or imperfection. The presence of defects, even in very small concentration, can have a dramatic impact on the electrical, mechanical, and optical properties of a material. Crystal imperfections are broadly classified into three major classes: point defect, line defect, and plane defect. So, ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലെ പാർട്ടിക്കിൾസിനൊക്കെ ഒരു പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. എന്തായിരിക്കും ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ് ഓർഡേർഡ് ആയിരിക്കും. ബട്ട് ഇങ്ങനൊരു കണ്ടീഷൻ, ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ 0 കെൽവിനിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് എൻ ഐഡിയലൈസ്ഡ് സിറ്റുവേഷൻ. സോ വേറെ എല്ലാ ടെമ്പറേച്ചറിലും എങ്ങനെയായിരിക്കും? ഈ പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഈ റെഗുലർ പീരിയോഡിക് അറേഞ്ച്മെൻറ്റിൽ നിന്ന് വരുന്ന ഡിപ്പാർച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുക. ഒന്നും കൂടെ ക്ലിയറായി പറയുകയാണെങ്കിൽ, എനി ഡിപ്പാർച്ചർ ഫ്രം ദ പെർഫെക്റ്റ് റെഗുലാരിറ്റി ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഓർ ഇംപെർഫെക്ഷൻ. അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ അതിനാണ് നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുക. ഈവൻ ഇപ്പോൾ ഈ ഡിഫക്റ്റിൻ്റെ പ്രസൻസിൽ ഈ ഡിഫക്റ്റിൻ്റെ അളവ് ലോ ആണെന്ന് കരുതുക, സ്മോൾ കോൺസെൻട്രേഷനിലാണെങ്കിൽ പോലും ഇത് ആ സോളിഡിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ ബാധിക്കും എന്ന് പറയുന്നത്. ഇവൻ ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ ദിസ് ഡിഫക്റ്റ് എഫക്റ്റ് ദ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം: പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ് ആൻഡ് പ്ലെയിൻ ഡിഫക്റ്റ്. സോ let us see what is point defect. A departure from the ideal arrangement in a crystal limited to a region of only a few lattice points is called a point defect. Typically, the term is used to mean an imperfection that involves at the most a few missing, dislocated, or extra atoms or ions in an isolated and rather localized region within the otherwise ordered spatial arrangement. Since point defect occur at isolated individual lattice sites without being extended in space in any dimension, they are often referred to as zero-dimensional defect. So, എന്താണ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പെർഫെക്റ്റ് ഓർഡർ അറേഞ്ച്മെൻറ്റിൽ നിന്നൊരു ഡിപ്പാർച്ചറാണ്. സോ ഈ ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഡീവിയേഷൻ, ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഈ ഒരു ഡീവിയേഷൻ എങ്ങനെയായിരിക്കും?
ഈ ഒരു ഡീവിയേഷൻ ഒരു ലിമിറ്റഡ് റീജിയനിൽ മാത്രമായിരിക്കും. അതായത് ഒരുപാട് വൈഡായിട്ടല്ല, ഒരു ലിമിറ്റഡ് റീജിയനിൽ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഫ്യൂ ലാറ്റിസ് പോയിൻറ്റ്, കുറച്ച് പോയിൻറ്റുകളിൽ മാത്രം വരുന്ന ഒരു ഡിഫക്റ്റാണ്. കുറച്ച് പോയിൻറ്റുകളിൽ മാത്രമാണ് ഈ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഡീവിയേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ചില ഫ്യൂ പോയിൻറ്റ്സിൽ മാത്രം വരുന്ന ലിമിറ്റഡ് റീജിയനിൽ മാത്രം ഇരിക്കുന്ന ഈ ഒരു ഡീവിയേഷനെയാണ് നമ്മൾ പോയിൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയുക. ഈ ഡിഫക്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില പാർട്ടിക്കിൾസ് മിസ്സിങ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആറ്റംസ് ആ ഒരു പൊസിഷനിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം. ദെൻ ഈ പോയിൻറ്റ് ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് റീജിയനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ലാറ്റിസ് സൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്യൂ പോയിൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്പേസിൽ ഇനി ഏതൊരു ഡയമെൻഷനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ ഇതിനെന്ത് പറയുന്നു? 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നു. സോ എന്താണ് നമ്മൾ ഡിഫക്റ്റ്? നമ്മൾ പറഞ്ഞു ഒരു പെർഫെക്റ്റ് ഓർഡർഡ് അറേഞ്ച്മെൻറ്റിൽ നിന്നൊരു ഡീവിയേഷൻ എന്ന് പറഞ്ഞു. സ്മോൾ കോൺസെൻട്രേഷനിലാണ് ഈ ഡിഫക്റ്റ് എങ്കിൽ പോലും അതിൻ്റെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എഫക്റ്റ് ചെയ്യും. നമ്മൾ 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു: പോയിൻറ്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്, പ്ലെയിൻ ഡിഫക്റ്റ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പോയിൻറ്റ് ഡിഫക്റ്റ് ആണ്. പോയിൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ ഒരു ലിമിറ്റഡ് റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ലൈക്ക് ഫ്യൂ പോയിൻറ്റ്സ്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ ഡിഫക്റ്റ് വന്നിട്ടുണ്ടാവുക? ചില പോയിൻറ്റ്സ്, ചില പാർട്ടിക്കിൾസിൻ്റെ മിസ്സിങ്, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ ആറ്റംസ് ലോക്കലൈസ് ചെയ്തത് കൊണ്ട്. പിന്നെ ഈ ഒരു ഡിഫക്റ്റ് ഇനി ഒരു സ്പേസിൽ ഒരു ഡയമെൻഷനിൽ ഇനി അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡിഫക്റ്റ് ആയതുകൊണ്ട് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽ സൈറ്റ്സിൽ മാത്രം നിൽക്കുന്ന ഡിഫക്റ്റാണ്. അതുകൊണ്ട് നമ്മളിതിനെ 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, ലൈൻ ഡിഫക്റ്റ്. A linear disturbance to the periodic arrangement of structural entities of a crystal due to misalignment of a row of lattice point is called line defect. എന്താണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ഒരു ലീനിയർ ഡിസ്റ്റർബൻസ് ആണ് ഒരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റിന് സംഭവിച്ചിരിക്കുന്നത്. ഒരു ലീനിയർ ഡിസ്റ്റർബൻസ് സംഭവിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു റോയിൽ തന്നെ മിസ് അലൈൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു റോയിലെ ലാറ്റിസ് പോയിൻറ്റിലെ മിസ് അലൈൻമെൻറ്റ് കാരണം ഒരു ലീനിയർ പീരിയോഡിക് അറേഞ്ച്മെൻറ്റിലേക്ക് ഒരു ലീനിയർ ഡിസ്റ്റർബൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയാം. This imperfections arises from destruction of periodicity along a row due to the presence of additional rows or deformation of parallel rows during crystal growth. The simplest line defect is a dislocation where the fault in the regular arrangement of atoms of a crystal is caused by the displacement of a group of atoms from its adjacent group along a line. Line defect affect the mechanical properties of a crystal and cause its easy deformation under the influence of shear stress. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ലൈൻ ഡിഫക്റ്റ്? റോസിലുള്ള പാർട്ടിക്കിൾസിന് മിസ് അലൈൻമെൻറ്റ് കാരണം ഒരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റിൽ ലീനിയറായി വരുന്ന ഡിസ്റ്റർബൻസിന് നമ്മൾ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുക. ഈ ലൈൻ ഡിഫക്റ്റ് എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? അഡീഷണൽ റോ വന്ന, ഇപ്പോൾ ചിലപ്പോൾ ഒരു അഡീഷണൽ റോ വന്നതിന് കാരണം അതിൻ്റെ ഫുൾ പീരിയോഡിസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് കാരണം വന്നതായിരിക്കാം. അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്രോത്ത് സമയത്ത് ഒരു പാരലൽ റോസ് തമ്മിൽ ഒരു ഡീഫോർമേഷൻ നടന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള 2 കാരണം കൊണ്ടായിരിക്കാം ഈ ഡിഫക്റ്റ് വരുന്നത്. ഒരു സിംപ്ലസ്റ്റ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ എന്നാണ്. പിന്നെ ഈ ലൈൻ ഡിഫക്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീനെ എഫക്റ്റ് ചെയ്യും, ഷിയർ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്ലെയിൻ ഡിഫക്റ്റ്. Disruption to the periodic arrangement of lattice point along a plane is called a plane defect or a surface defect. Plane defects arise from a change in the orientation of stacking of atomic planes at an interface during crystal growth or by subsequent mechanical deformation. Presence of plane defects affect the mechanical properties of a crystal and also its chemical reactivity. So, periodic arrangementilulloru disruption aanu. അതൊരു പ്ലെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് വരും. അറേഞ്ച്മെൻറ്റ് ഓഫ് ലാറ്റിസ് പോയിൻറ്റ് എലോങ് ദ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ മുഴുവൻ വരുന്നൊരു ഡിസ്റപ്ഷൻ ഇൻ ദ അറേഞ്ച്മെൻറ്റിനാണ് പ്ലെയിൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ സർഫസ് ഡിഫക്റ്റ് എന്ന് പറയും. ഇത് എന്തുകൊണ്ടായിരിക്കും വരിക? അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്രോത്ത് കാരണം ഈ അറ്റോമിക് പ്ലെയിനിലെ ഫുൾ ഓറിയൻറ്റേഷനിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡീഫോർമേഷൻ കാരണം വരുന്ന ഒരു പ്ലെയിനിൽ ഫുൾ വരുന്ന ഡിസ്ട്രപ്ഷൻ ആയിരിക്കാം. ദെൻ ഈ ഡിഫക്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീനെ എഫക്റ്റ് ചെയ്യും, കെമിക്കൽ റിയാക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ 3 ഡിഫക്റ്റാണ് പഠിച്ചത്: പോയിൻറ്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ് ആൻഡ് പ്ലെയിൻ ഡിഫക്റ്റ്.
പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഡിപ്പാർച്ചർ എന്ന് പറയുന്ന ലിമിറ്റഡ് റീജിയനിലായിരിക്കും, ഫ്യൂ ലാറ്റിസ് പോയിന്റിൽ മാത്രമാണ് വരിക. അത് ഒൺലി മിസ്സിങ്, ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ആറ്റംസ് വന്നതുകൊണ്ടായിരിക്കാം. ഇതിന് വേറെ ഡയമെൻഷനിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനൊരു 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നു. ലീനിയർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോയിലെ ഫുൾ ഒരു റോയിലെ മിസ്അലൈൻമെൻറ്റ് നടന്നു, അത് കാരണം ലീനിയർ ഡിസ്റ്റർബൻസ് വരുന്നതിനാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് വരാൻ കാരണം എന്താണ്? ഒരു അഡീഷണൽ റോ വന്നു, അപ്പോൾ എന്താവും? അതിൻ്റെ പീരിയോഡിസിറ്റി കംപ്ലീറ്റ് ഡിസ്ട്രക്റ്റ് ആവും. അത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്രോത്ത് കാരണം വരുന്ന ഒരു ഡീഫോർമേഷൻ കാരണമായിരിക്കും. ഒരു സിംപ്ലസ്റ്റ് ലൈൻ ഡിഫക്റ്റാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലൈൻ ഡിഫക്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീനെ എഫക്റ്റ് ചെയ്യും, ഷിയർ സ്ട്രെസ്സിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരികയും ചെയ്യും. പ്ലെയിൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഹോൾ പ്ലെയിനിൽ തന്നെ വരുന്നൊരു ഡിസ്ട്രപ്ഷനാണ്, അതിനെ സർഫസ് ഡിഫക്റ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഗ്രോത്ത് സമയത്ത് വരുന്ന ഓറിയൻറ്റേഷനിലുള്ള ചേഞ്ച്, ആറ്റോമിക് പ്ലെയിൻ്റെ ഓറിയൻറ്റേഷനിൽ വരുന്ന ചേഞ്ച് കൊണ്ടാവാം. ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിനെയും എഫക്റ്റ് ചെയ്യും, കെമിക്കൽ റിയാക്ടിവിറ്റിനെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, നൗ വി ഷാൽ ഡിസ്കസ് പോയിന്റ് ഡിഫക്ട്സ്, സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റ് തന്നെ 2 തരത്തിലുണ്ട്, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. Point defects, which are imperfections localized to point-like regions in the crystal, arises due to vacancies in the lattice site, shifting of atoms or ions to interstitial positions, presence of interstitial or substitutional impurities, and non-stoichiometry in the proportion of constituent entities. അതായത് പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞ പോലെ മിസ്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ലാറ്റിസ് സൈറ്റിൽ വല്ല വേക്കൻസി വന്നാൽ, അല്ലെങ്കിൽ ഒരു ആറ്റം തൻ്റെ പൊസിഷൻ വിട്ട് ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോൺസ്റ്റന്റ് എൻറ്റിറ്റീസ് തമ്മിൽ തന്നെ ഒരു നോൺ സ്റ്റോഷിയോമെട്രി ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പോലും പോയിന്റ് ഡിഫക്റ്റ് വരാൻ കാരണമാണ്. ദെൻ പോയിന്റ് ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു, they are all classified into stoichiometric defect and non-stoichiometric defect. So stoichiometric defect, it is also an intrinsic defect എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ്. So defect that do not in any manner affect the stoichiometry of a crystal in which they are present are called stoichiometric defect. In other words, the overall composition remain unaltered even if such defects are present in a crystal. Thus, if a crystal is an ionic crystal, the ratio of numbers of constant positive and negative ions remains the same, just as indicated by the chemical formula. Defects that originate from within the interior of the lattice and involve only ions native to the crystal under considerations are called intrinsic defect. Obviously, stoichiometric defects are intrinsic defect. These defects fall into 2 categories: Schottky defect and Frenkel defect. So, എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? ഒരു ഡിഫക്റ്റ് വന്നു, ആ ഡിഫക്റ്റ് ഒരിക്കലും ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോഷിയോമെട്രി അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിഫക്റ്റിനാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, എന്ത് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഓവറോൾ കമ്പോസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യാതെ അതുപോലെ തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കും. ദെൻ ഇതിപ്പോൾ ഒരു അയോണിക് ക്രിസ്റ്റലാണെന്ന് കരുതുക, അതിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇനി ചില ഡിഫക്റ്റ്, ആ ഡിഫക്റ്റ് ആ ലാറ്റിസിൻ്റെ ഇൻറ്റീരിയർ തന്നെ ആയിരിക്കും ആ ഡിഫക്റ്റ് ഒറിജിനേറ്റും ചെയ്തിരിക്കുക, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന അയോൺ ആ ക്രിസ്റ്റലിൻ്റെ സ്വന്തമായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയാം. അതായത് ഡിഫക്ട്സ് that originate from within the interior of the lattice and involve only the atoms or ions native to the crystal under consideration are called intrinsic defect. ആദ്യം നമ്മൾ പറയുന്നത് പോയിന്റ് ഡിഫക്റ്റ്. there are 2 types of point defect: stoichiometric defects and non-stoichiometric defects. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. അതെന്താണ് പറഞ്ഞു? സ്റ്റോഷിയോമെട്രി അഫക്റ്റ് ചെയ്യാത്ത ഡിഫക്റ്റാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഒരു ഇൻട്രിൻസിക് ഡിഫക്റ്റും കൂടെയാണെന്ന് പറയാം. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് 2 എണ്ണം ഉണ്ട്: Schottky defect and Frenkel defect. First we discuss Schottky defect. Schottky defect, lattice vacancies or holes may arise in crystal due to the missing of atoms or cation-anion pairs from their normal lattice sites. Such an imperfection is called a Schottky defect. അതായത് ചില അയോൺസ് മിസ്സിങ് ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു കാറ്റയോൺ ആനിയോൺ പെയർ തന്നെ മിസ് ചെയ്യുക. അങ്ങനെയുള്ള മിസ്സിങ് കാരണം വരുന്ന ഹോൾസും വേക്കൻസീസിനെയാണ് നമ്മൾ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയാം. ഷോർട്ട്കി ഡിഫക്ട്സ് ജനറലി ഒക്കർ ഇൻ ദ അയോണിക് ക്രിസ്റ്റൽസ് ആൻഡ് ഡു നോട്ട് അഫക്ട് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ.
Such a defect in a 1:1 ionic solid Mx made up of M plus and X minus ion consists of a pair of vacant site, a cationic vacancy plus an anionic vacancy, thereby balancing electrical charges. For an Mx2 type ionic solid, a Schottky defect will consist of a M2 plus ion vacancy together with 2 X minus ion vacancies in order to preserve the electrical neutrality. എന്താ പറയുന്നത്, ഷോർട്ട്കി ഡിഫക്റ്റ് അയോണിക് സോളിഡ്സിലായിരിക്കും അല്ലെങ്കിൽ അയോണിക് ക്രിസ്റ്റൽസിലായിരിക്കും നടക്കുക. ആൻഡ് ദിസ് ഡിഫക്റ്റ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റീനെ എഫക്റ്റ് ചെയ്യില്ല. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത അയോണിക് ക്രിസ്റ്റൽസിൽ നടക്കുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് എം എക്സ് ഉണ്ട്. എം എക്സ് എന്ന് പറയുമ്പോൾ എം പ്ലസും എക്സ് മൈനസ് അയോൺസാണ് ഉണ്ടാവുക. ഒരു പെയർ ഓഫ് വേക്കൻറ്റ് സൈറ്റ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ പെയർ ഓഫ് സൈറ്റ് എന്തായിരിക്കും, ഒരു കാറ്റിയോൺ വേക്കൻസി ആയിരിക്കും, മറ്റേത് ആനിയോൺ വേക്കൻസി ആയിരിക്കും. അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി Mx2 ടൈപ്പ് സോളിഡ് ആണെങ്കിലോ ഒരു M2 പ്ലസ് അയോൺ വേക്കൻസി ഉണ്ടാവും, 2 X മൈനസ് അയോൺ വേക്കൻസി ഉണ്ടാവും. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഷോർട്ട്കി ഡിഫക്റ്റ് എന്നും മെയിൻറ്റെയിൻ ചെയ്യും. Then Schottky defect do not affect the stoichiometry of the crystal. The presence of large number of Schottky defect may decrease the density of the crystal due to the production of too many holes within the lattice. അതായത് ഷോർട്ട്കി ഡിഫക്റ്റ് സ്റ്റോഷ്യോമെട്രി എഫക്റ്റ് ചെയ്യില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ലാർജ് നമ്പർ ഓഫ് ഷോർട്ട്കി ഡിഫക്റ്റ് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും, ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയും. കാരണം ടു മെനി ഹോൾസ് ആണ് ഒരുപാട്. അപ്പോൾ ഷോർട്ട്കി ഡിഫക്റ്റ് ലാർജ് നമ്പർ എന്ന് പറയുമ്പോൾ കുറേ അയോൺസ് മിസ്സിങ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോഷ്യോമെട്രിനെ എഫക്റ്റ് ചെയ്യില്ല, ഡെൻസിറ്റി കുറയും. Then another important consequence of the occurrence of Schottky defect is that their presence enable the crystal to conduct electricity to a small extent by an ionic mechanism. Under the influence of an electrical field, an ion migrates into a neighboring vacancy. This creates a new vacancy into which another ion can migrate. Continuation of this process, which is commonly referred to as the vacancy mechanism, results in the migration of the ions and the vacancies across the lattice, thereby causing a small ionic conductivity in the solid. Such movement of ions in the crystal into equivalent vacant site also account for the phenomenon of diffusion in solids. Schottky defects are more commonly exhibited by Mx type ionic solids of high coordination number having cation and anion of comparable sizes in alkali halides like NaCl, KCl, CSCl. Schottky defects are the most prevalent among the defects observed. So ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ക്രിസ്റ്റൽസ് ഒരു സ്മോൾ എക്സ്റ്റെൻറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ബൈ യൂസിങ് അയോണിക് മെക്കാനിസം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഒരു അയോൺ എന്ത് ചെയ്യും, തൻ്റെ സൈറ്റിൽ നിന്ന് ഒരു വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ തൻ്റെ സൈറ്റിൽ നിന്ന് ആ വേക്കൻസിയിൽ പോയിരിക്കും. അപ്പോൾ എന്ത് ഇവിടെ പുതിയ വേക്കൻസി ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇൻഫ്ലുവൻസിൽ വേറെ അയോൺസ് ഇതുപോലെ തൻ്റെ സൈറ്റ് വിട്ട് വേക്കൻസി സൈറ്റിൽ വരും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എന്ത് സംഭവിക്കും, ഒരു വേക്കൻസി മെക്കാനിസം നടന്ന് അയോൺസ് തമ്മിൽ മൈഗ്രേഷൻ നടന്നു. അങ്ങനെ സ്മോൾ അയോണിക് കണ്ടക്ടിവിറ്റി നടന്നു. ഇങ്ങനെയുള്ള ഈ അയോൺസിൻ്റെ മൂവ്മെൻ്റാണ് സോളിഡ്സിലുള്ള ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷോർട്ട്കി ഡിഫക്റ്റ് Mx ടൈപ്പ് അയോണിക് സോളിഡ്സിലാണ് ഉണ്ടാവുക. വിത്ത് ഹൈ കോർഡിനേഷൻ നമ്പറുള്ള Mx ടൈപ്പ് അയോണിക് സോളിഡ്സിൽ ഇവരുടെ കാറ്റിയോണിൻ്റെയും ആനിയോണിൻ്റെയും ഏകദേശം സൈസ് കമ്പയറബിളും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ NaCl, KCl, CSCl. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അയോൺസിൻ്റെ മിസ്സിങ് കാരണം അല്ലെങ്കിൽ ഒരു കാറ്റിയോൺ ആനിയോണിൻ്റെ പേരിൻ്റെ മിസ്സിങ് കാരണം ഒരു ഹോളോ വേക്കൻസിയോ വരുന്നതിനാണ് നമ്മൾ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് അയോണിക് ക്രിസ്റ്റൽസിനുണ്ടാവുക, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റോഷ്യോമെട്രിയെ അഫക്റ്റ് ചെയ്യില്ല. ലാർജ് നമ്പർ ഓഫ് ഷോർട്ട്കി ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയും. ദെൻ സ്മോൾ എക്സ്റ്റെൻറ്റിൽ ഒരു അയോണിക് മെക്കാനിസം യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ അയോൺ തൻ്റെ സൈറ്റിൽ നിന്നൊരു വേക്കൻസി സൈറ്റിൽ പോകും, പുതിയ വേക്കൻസി ഫോം ചെയ്യും. ദെൻ അനദർ അയോൺ തൻ്റെ സൈറ്റ് വിട്ട് പുതിയ വേക്കൻസിയിലേക്ക് വരും. അങ്ങനെ ഈ വേക്കൻസി മെക്കാനിസം നടന്ന് സ്മോൾ എക്സ്റ്റെൻറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഈ അയൺസിൻ്റെ മൂവ്മെൻറ്റാണ് സോളിഡ്സിൻ്റെ ഡിഫ്യൂഷന് കാരണമാകുന്നത്. ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത് Mx ടൈപ്പുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആണ്. ഹാവിങ് ഹൈ കോർഡിനേഷൻ നമ്പറും അവരുടെ കാറ്റിയോണിൻ്റെയും ആനിയോണിൻ്റെയും സൈസ് കമ്പയറബിൾ ആയിരിക്കും. എക്സാമ്പിൾ ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് NaCl, KCl, CSCl. Next one is a Frenkel defect. An ion may shift from its own lattice site to an interstitial position between the lattice point, causing a vacancy in its original site. Such an imperfection is known as Frenkel defect. The interstitials and vacancies that contribute to the Frenkel defect
normally originate by the displacement of cation. This is because cations are generally smaller than their associated anions and hence occupy the interstitial site. അതായത് ഒരു അയോൺ തൻ്റെ സൈറ്റ് വിട്ട് ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ എന്ത് സംഭവിക്കും? ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഇംപെർഫെക്ഷൻസിനെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുക. ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് കൂടുതലും കാറ്റിയോൺസിന് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റിയോൺസ് തൻ്റെ കറസ്പോണ്ടിങ് ആനിയോൺസിനെക്കാളും സൈസ് കുറവുമായിരിക്കും. ഈ കാറ്റിയോൺസ് വേഗം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ചെറിയ ഗ്യാപ്പിൽ വേഗം പോയി പറ്റിപ്പിടിച്ച് നിൽക്കാനും പറ്റും. സോ ഒരു അയോൺ തൻ്റെ സൈറ്റിൽ നിന്ന് ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുക. അങ്ങനെ ഒറിജിനൽ സൈറ്റിൽ ഒരു വേക്കൻസിയും വരും. നോർമലി ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കാറ്റിയോൺസ്. ദെൻ സോ നമുക്ക് എന്ത് പറയാം? കാറ്റിയോൺ ഫ്രെങ്കൽ ഡിഫക്ട്സ് മോർ കോമൺ ദൻ ആനിയോൺ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. ദെൻ എ കാറ്റിയോൺ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഇൻ എൻ ആനിക് ക്രിസ്റ്റൽ ഫോർ ഫോർമുല ഓഫ് mx ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു കാറ്റിയോൺ തൻ്റെ സൈറ്റിൽ നിന്ന് വിട്ട് ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി കിടക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു വേക്കൻസി ഫോം ചെയ്യുന്നു. ദെൻ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഡു നോട്ട് എഫക്ട് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓർ സ്റ്റോഷിയോമെട്രി ഓർ ഓവറോൾ ഡെൻസിറ്റി. Like Schottky defect, Frankel defect also enable the crystal to show small electrical conductivity and the phenomenon of diffusion. Hence, the migration of ions across a crystal can also be through interstitial mechanism involving the hopping of interstitial ions to adjacent equivalent sites. Frankel defects are frequently observed in ionic crystals in which the cation is much smaller than the anion. The most common defects observed in AgBr, AgI, ZnS are cation Frankel defect, and in anion Frankel defects are CaF2, SrF2, PbF2. എന്താ പറയുന്നത് വെച്ചാൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, സ്റ്റോഷിയോമെട്രിനെ എഫക്റ്റ് ചെയ്യില്ല, ഡെൻസിറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ദെൻ ഷോട്ട്കി ഡിഫക്റ്റിനെ പോലെ ഫ്രെങ്കൽ ഡിഫക്റ്റും ചെറിയ രീതിയിൽ ഇലക്ട്രിക്കൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇവിടെ ഉണ്ട്. പിന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ് ആരാണ് കാണിക്കുക? ആനിക് ക്രിസ്റ്റൽസ് തന്നെയായിരിക്കും കാണിക്കുക. അവിടെ നമ്മൾ പറഞ്ഞു ഷോട്ട്കിയിൽ പറഞ്ഞ എന്താ വെച്ചാൽ കാറ്റിയോൻ്റെയും ആനിയോൻ്റെയും സൈസ് സിമിലർ ആയിരിക്കണം. ഇവിടെ കാറ്റിയോൻ്റെ സൈസ് ആനിയോണിനെക്കാളും ചെറുതായിരിക്കണം. കോമൺലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് AgBr, AgI, ZnS ആണ് കാറ്റിയോൺ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ആനിയോണിക് ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതാണ് CaF2, SrF2 എക്സെട്ര. സോ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയോൺ തൻ്റെ സൈറ്റ് ഒറിജിനൽ സൈറ്റ് വിട്ട് ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി നിൽക്കുന്നതാണ്. അങ്ങനെ ഒറിജിനൽ സൈറ്റിൽ ഒരു വേക്കൻസി വരുന്നു. അതിനാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുക. കൂടുതലും കാറ്റിയോൺസ് ആയിരിക്കും ഇത് ചെയ്യുക. കാരണം കാറ്റിയോൺസിന് തൻ്റെ കറസ്പോണ്ടിങ് ആനിയോൺസിനെക്കാളും സൈസും കുറവായിരിക്കും. വേഗം ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി പറ്റിപ്പിടിച്ച് നിൽക്കാനും പറ്റും. ദെൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യും, ഓവറോൾ ഡെൻസിറ്റിക്കും ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഡിഫ്യൂഷൻ മെക്കാനിസം ഉണ്ട്, എക്സാമ്പിൾസും പറഞ്ഞു. ദെൻ ദർ ഇസ് എ ടേബിൾ ഷോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോട്ട്കി ആൻഡ് ഫ്രെങ്കൽ. സോ ഇൻ ഷോട്ട്കി they are raised to the missing of atoms or cation anion pairs from their normal lattice. മിസ്സിങ് കാരണം വരുന്നതാണ്. ഫ്രെങ്കലിനാണെങ്കിലോ ഷിഫ്റ്റിംഗ് ഓഫ് അയോൺസ് ഫ്രം their own lattice to interstitial position. Then both the two effects do not affect the electrical neutrality and also the stoichiometry. Then in Schottky defect, large number of Schottky defect ഉണ്ടെങ്കിൽ ഓവറോൾ ഡെൻസിറ്റി കുറയും. പക്ഷേ ഫ്രെങ്കൽ ഡിഫക്റ്റിലാണെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഡെൻസിറ്റി ഒന്നും കുറയ്ക്കില്ല. ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത് അയണിക് ക്രിസ്റ്റൽസ് വിത്ത് ഹൈ കോർഡിനേഷൻ നമ്പറാണ്. അവിടെ കാറ്റിയോൺ ആനിയോൺ സൈസ് സിമിലർ ആയിരിക്കും. ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണെങ്കിൽ അയണിക് ക്രിസ്റ്റൽസ് തന്നെയായിരിക്കും, കാറ്റിയോണിൻ്റെ സൈസ് ആനിയോണിനേക്കാളും സ്മോളർ ആയിരിക്കും. Hope you understand the topic well. Thank you.